തെലങ്കാനയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തി. മുലുഗുവിൽ ഇന്ന് രാവിലെ 7:27 ഭൂചലനം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഈ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ വലിയ ഭൂചലനങ്ങളൊന്നാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, തെലങ്കാനയിൽ ഇന്ന് രാവിലെ 7:27 ഭൂചലനം ഉണ്ടായത്. ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേഖലയിൽ വളരെ അപൂർവമായി മാത്രമാണ് ഭൂചലനം അനുഭവപ്പെടാറുള്ളത്. ഒപ്പം തന്നെ സമീപകാലത്തുണ്ടായ ഏറ്റവും ശക്തമായ ഒരു ഭൂചലനം കൂടിയാണ് ഇത്. ശക്തമായ ഭൂചലനം എന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. റിക്ടർ സ്കെയിലിൽ 5 മുകളിൽ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങളെയാണ് ശക്തമായ ഭൂചലനങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക. ഇത് റിക്ടർ സ്കെയിലിൽ 5.3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈദരാബാദിന് സമീപമുള്ള മുലുഗു ആണ് ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി അറിയിക്കുന്നത്. ഭൗമനിരപ്പിൽ നിന്നും 40 മീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുമാണ് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി നൽകുന്ന വിശദീകരണം. ഹൈദരാബാദ് അടക്കമുള്ള നഗരപ്രദേശങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളിൽ അതിശക്തമായി തന്നെ ഭൂകമ്പം ആളുകൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഏറെ ദൂരെ പോലും ഇതിൻ്റെ ഒരു ആഘാതം അനുഭവപ്പെട്ടു എങ്കിൽ പോലും ഇതുവരെയും നാശനഷ്ടങ്ങളോ മറ്റ് അപകടങ്ങളോ ഭൂകമ്പത്തെ തുടർന്ന് ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. ആളുകളെ വലിയ ആശങ്കയിലാഴ്ത്തി. എന്തായാലും സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.